ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സർപ്രൈസായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹസ്ബൻഡ് വീട്ടിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ആ, എന്താ പറയുക, രാവിലെ തന്നെയാണ് കേട്ടോ. വേറെ ഈ എമർജൻസി കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ചുമ്മാ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് വലിയ ഒരു ഇതുമില്ല, ദൂരമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഒരു 7 മണി 7:30 ആയി കാണും. നല്ല മഞ്ഞാണ് കേട്ടോ, പുറത്തൊക്കെ നല്ല മഞ്ഞാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. ഞാനും മോനും മോളും ഏട്ടനും ഉണ്ട്. ഏട്ടനെ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് വേണം ഏട്ടന് വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിത് രാവിലെ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ താഴെയുള്ള വഴിയിലാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ വീടെന്ന് പറയുമ്പോൾ വയലിൻ്റെ ഒരു കരയിലാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വയലാണ്. ഈ കാണുന്നില്ല, ഈ കാണുന്ന നിരന്ന് നിൽക്കുന്ന വയലാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് കണ്ടോ, നല്ല മഞ്ഞാണ്. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പോകുന്ന വഴി വേറെയാണ്. അപ്പോൾ നമ്മൾ ഷോട്ടിന് നടന്ന് കയറും. മെയിൻ റോട്ടിൽ നിന്ന് നടന്ന് പോകാനുള്ള ചെറിയൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ അതേ ഏട്ടൻ മുമ്പിൽ മോനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഏട്ടനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുക, വേഗം വാ വേഗം വാ എന്ന്, മഞ്ഞല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അച്ഛൻ്റെയും മോൻ്റെയും സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. ഇടയ്ക്കൊരു സ്നേഹം തോന്നിയാൽ അതെങ്ങനെയാണ്. അങ്ങനെ നമ്മളിതാ നടന്ന് വീട്ടിലേക്ക് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചൊരു സർപ്രൈസായിട്ട് വന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. ആരെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഒരു മരിച്ച വീട്ടിൽ പോയതായിരുന്നു. അമ്മേൻ്റെ കൂടെ ഉള്ളൊരു ചേച്ചീൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചിട്ട് അവിടേക്ക് പോയതാണ്. പിന്നെ എന്താക്കി, അമ്മ മൈസൂർ പോയപ്പോൾ അവർക്ക് രണ്ടാം കൂടി കളിക്കാൻ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയപാട് അത് എടുത്തിട്ട് അവർ കളിക്കുന്നുണ്ട്. പെണ്ണുമ്മ വെക്കുന്നുണ്ട് അതിന്, കുറേ നേരം ഇടിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അവർ. പിന്നെന്താ, ഞാനൊരു ചെറിയ എലമെൻസിൻ്റെ ഒരു കാര്യത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതിൽ എൻ്റെ കൂടെ ഒരു ലീഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു വർക്ക് പോലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീട്ടിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലിങ്ങനെ ഇത്രയും ചെടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നി. അല്ലാണ്ട് വേറെ വീടുകളിൽ പോയപ്പോൾ ഒന്നും അത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മോനെ അമ്മ അംഗൻവാടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും എൻ്റെ കൂടെ ലീഡർ ഉണ്ടായിരുന്നു, ചേച്ചിയും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ആ വീട്ടിലെ ചെടികളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തതാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ടൗണിൽ തന്നെ. അപ്പോൾ എന്തോരം ചെടികളാണ്. ഈ ചെടികളൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ വീട്ടിൽ ചെടികളൊക്കെ കൊണ്ട് നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, ചെടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇപ്പോൾ ഓരോന്നിങ്ങനെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ തൈയൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉള്ളതല്ലേ, അങ്ങനെ തൈയൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ചെടി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല ഞാൻ, ഓരോ വീടുകളിൽ പോകുന്നതല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീടുകളൊക്കെ കയറി ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ എലമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.